നമസ്കാരം. എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. ഇന്നത്തെ തീയതി 2024 മാർച്ച് മാസം 6, മലയാള വർഷം 1199, കുംഭമാസം 22. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത: മാർച്ച് 6 ദേശീയ ദന്ത ഡോക്ടർ ദിനം. ദന്താരോഗ്യം നമ്മുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിന്റെ അവിഭാജ്യ ഘടകമാണ്. അതിനാൽ നമ്മുടെ പല്ലുകൾ മനോഹരമായി നിലനിർത്തുന്നതിന് ശ്രദ്ധിക്കുക. പ്രധാനപ്പെട്ട സംഭവങ്ങൾ: മെറ്റ കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള സമൂഹ മാധ്യമങ്ങളായ ഫേസ്ബുക്കിന്റെയും ഇൻസ്റ്റാഗ്രാമിന്റെയും പ്രവർത്തനങ്ങൾ തടസ്സം നേരിടുന്നു. ചൊവ്വാഴ്ച രാത്രി 8:45 ശേഷമാണ് അക്കൗണ്ടിൽ തടസ്സം നേരിട്ടത്. പ്രധാന സംഭവങ്ങളുടെ വാർഷികങ്ങൾ: ഘാന എന്ന രാജ്യം സ്വതന്ത്രമായ ദിവസമാണ് മാർച്ച് 6. 1957 ഘാനയുടെ പ്രധാനമന്ത്രി ഡോക്ടർ ക്വാമെ എൻക്രുമ ബ്രിട്ടീഷ് കൊളോണിയൻ ഭരണത്തിൽ നിന്ന് വിമുക്തമായ രാജ്യം പ്രഖ്യാപിച്ചു. സ്വാതന്ത്ര്യത്തിനായുള്ള നീണ്ട പോരാട്ടത്തിന് ശേഷം കൊളോണിയൻ ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയ ആദ്യത്തെ രാജ്യമായി ഘാന. ഇന്ന് കുട്ടികളുടെ പ്രിയപ്പെട്ട ബിസ്ക്കറ്റാണ് ഓറിയോ. ആദ്യത്തെ ഓറിയോ ബിസ്ക്കറ്റ് 1912 മാർച്ച് 6 ന്യൂജേഴ്സിയിലെ ഹോബക്കനിലുള്ള ഒരു പലചരക്ക് വ്യാപാരിക്ക് വിറ്റു. 3 തവണ പേര് വ്യത്യാസം വരുത്തിയ ഓറിയോ 1974 അത് ഓറിയോ ചോക്ലേറ്റ് സാൻഡ്വിച്ച് കുക്കി ആയി മാറി. ആ പേര് ഇന്നും നിലനിൽക്കുന്നു. നമ്മുടെ സുന്ദര ലോകത്തെ രസകരമായ വസ്തുതകൾ: ഏറ്റവും വേഗത്തിൽ വളരുന്ന സസ്യം മുളകളാണ്. അവ പ്രതിദിനം 91 സെന്റിമീറ്റർ, അതായത് 35 ഇഞ്ച് വളരുന്നു. ഏകദേശം 1000-ലധികം ഇനം മുളകൾ ഉണ്ട്. ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള മുളകൾക്കാണ് ഏറ്റവും ഉയരം, 40 മീറ്റർ, അതായത് 130 അടി. നാളത്തെ പ്രധാന ഉത്സവ വിശേഷങ്ങൾ: നാളെ 7/3/2024 വ്യാഴം, ഏകാദശി വ്രതം, തിരുവില്ലാമല വില്യാദ്രിനാഥ ക്ഷേത്രം നോങ്ങല്ലൂർ. ചങ്ങനാശ്ശേരി പെരുന്ന തിരുമല ക്ഷേത്രത്തിലും ചങ്ങനാശ്ശേരി പെരുന്ന ഉമാമഹേശ്വര ക്ഷേത്രത്തിലും ആറാട്ട്. നാളെ ഈസ്റ്ററിന് മുമ്പുള്ള പാതി നോമ്പ്. നാളെ ജന്മദിനം ആഘോഷിക്കുന്ന പ്രമുഖർ: നാളെ പ്രമുഖ നടൻ അനുപം ഖേറിന്റെ ജന്മദിനം. ജനിച്ചത് 1955 മാർച്ച് 7. പ്രധാനപ്പെട്ട സിനിമാ വിശേഷങ്ങൾ: തമിഴ്നാട് സർക്കാരിന്റെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. 2015 അവാർഡുകളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തനി ഒരുവനാണ് മികച്ച ചിത്രം. ഇരുതി സുഫു എന്ന ചിത്രത്തിലൂടെ മാധവൻ മികച്ച നടനായപ്പോൾ റോഷൻ ആൻഡ്രൂസ് സംവിധാനം ചെയ്ത 36 വയതിനിലെ പ്രകടനത്തിന് ജ്യോതിക മികച്ച നടിയായി മാറി. 7 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുന്നത്. രൂപയുടെ വിനിമയ നിരക്ക്: $1 ഇന്നത്തെ മൂല്യം 84.19 രൂപ. $1 നാളത്തെ മൂല്യം 84.13 രൂപ വരെ. പ്രധാനപ്പെട്ട സ്പോർട്സ് വിശേഷങ്ങൾ: തിരിച്ചുവരവിന് പോലും ആസാമിന് സമയം നൽകാതെ സന്തോഷ് ട്രോഫിയിൽ മണിപ്പൂരിന്റെ ഗോളടി മേളം. 3-ാം ക്വാർട്ടർ ഫൈനലിൽ 1-7 ഗോളുകൾക്ക് ആസാമിനെ വീഴ്ത്തി മണിപ്പൂർ സെമിയിലേക്ക്. മാർച്ച് 7 ഗോവയ്ക്കെതിരെയാണ് മണിപ്പൂരിന്റെ സെമി മത്സരം. കേരളത്തിലെ കാലാവസ്ഥാ വിവരങ്ങൾ: ഇന്ന് സൂര്യോദയം 6:40, അസ്തമയം 6:37. ഇന്നത്തെ കൂടിയ ചൂട് 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 26 ഡിഗ്രി സെൽഷ്യസ്. ഹ്യൂമിഡിറ്റി 66%. നാളത്തെ കൂടിയ ചൂട് 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 26 ഡിഗ്രി സെൽഷ്യസ്. ഹ്യൂമിഡിറ്റി 66%. അറിവ് എല്ലാവർക്കും. PSC ചോദ്യോത്തരങ്ങൾ. ആദ്യം ഇന്നലത്തെ ചോദ്യത്തിന്റെ ഉത്തരം. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ ആദ്യമായി പതിപ്പിച്ച മലയാളിയുടെ ചിത്രം ആരുടേതാണ്? ഉത്തരം ശ്രീനാരായണ ഗുരു. ഇന്നത്തെ ചോദ്യോത്തരങ്ങൾ: കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ആദ്യമായി നേടിയ നടനാര്? ഉത്തരം സത്യൻ. 1969 പുറത്തിറങ്ങിയ കടൽപ്പാലം എന്ന ചിത്രത്തിൽ അഭിനയത്തിനാണ് 1970 സത്യന് അവാർഡ് ലഭിച്ചത്. മികച്ച നടനുള്ള സംസ്ഥാന അവാർഡുകൾ ഏറ്റവും കൂടുതൽ നേടിയതാര്? ഉത്തരം മമ്മൂട്ടി, മോഹൻലാൽ. മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് 6 തവണ വീതം ഇരുവരും നേടിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ അവാർഡുകൾ നേടിയിട്ടുള്ള നടന്മാരും ഇവർ തന്നെ. തുടർച്ചയായി 2 തവണ മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് നേടിയ ഒരേ ഒരു നടൻ ആര്? ഉത്തരം നാളത്തെ വീഡിയോയിൽ. ഉത്തരം അറിയാമെന്നുള്ളവർ കമന്റ് ചെയ്യുക. പ്രയോജനകരമായ നുറുങ്ങു വിദ്യകൾ. ഇന്നത്തെ ടിപ്സ്: ഹൃദയത്തിന്റെ ആരോഗ്യം കാത്തുസൂക്ഷിക്കുവാനും മലബന്ധം ഉണ്ടാകാതിരിക്കാനും ശരീരത്തിലെ വിഷാംശം ഇല്ലാതാക്കാനും എല്ലാ ദിവസവും ഒരു ആപ്പിൾ കഴിക്കാൻ ശ്രമിക്കുക. ഇന്നത്തെ വാചകം: സ്വപ്നങ്ങളുടെ ഭംഗിയിൽ വിശ്വസിച്ച് ജീവിതത്തിൽ മുന്നേറാൻ പരിശ്രമിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.
പുതിയ വിശേഷങ്ങളുമായി ഇനി നാളെ. നന്ദി, നമസ്കാരം.